കവാസാക്കി ബാധിച്ച് കോഴിക്കോട് സ്വദേശിയായ 9 വയസ്സുകാരി മരിച്ചെന്ന വാർത്ത നിങ്ങൾ കേട്ട് കാണുമല്ലോ. ശരീരത്തിൽ ചുവന്ന തടിപ്പുകളും നാക്ക് അമിതമായി ചുവന്നിരുന്നതും കണ്ടതോടെയാണ് ത്വക്ക് രോഗ ഡോക്ടർ കവാസാക്കി രോഗമെന്ന് സ്ഥിരീകരിച്ചത്. എന്താണ് ഈ കവാസാക്കി രോഗമെന്ന് കരുതുന്നുണ്ടാവുമല്ലേ? കുട്ടികളിൽ കണ്ടുവരുന്ന അപൂർവ രോഗമാണിത്. ആദ്യം തന്നെ പറയട്ടെ, ഇത് മറ്റൊരാളിലേക്ക് പടരുന്ന രോഗമല്ല. കുട്ടികളുടെ രക്തക്കുഴലുകളിൽ വീക്കമുണ്ടാക്കുന്ന ഒരു രോഗമാണ്. ഇത് പ്രധാനമായും കൊച്ചുകുട്ടികളെയാണ് ബാധിക്കുന്നത്. ഹൃദയത്തിലേക്ക് രക്തവിതരണം ചെയ്യുന്ന കൊറോണറി ആർട്ടറികൾ ഉൾപ്പെടെയുള്ള രക്തക്കുഴലുകളുടെ ചുമരുകളിൽ വീക്കമുണ്ടാക്കുന്ന അവസ്ഥയാണ്. കവാസാക്കി രോഗത്തിന്റെ കൃത്യമായ കാരണം അജ്ഞാതമാണ്. ജനിതക പാരിസ്ഥിതിക ഘടകങ്ങളുടെ സംയോജനമാണ് കാരണമെന്നാണ് കരുതുന്നത്. അനൂറിസം, കൊറോണറി ആർട്ടറി കേടുപാടുകൾ തുടങ്ങിയ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ കവാസാക്കി രോഗത്തിന്റെ ചികിത്സ നിർണായകമാണ്. ചർമ്മം, ലിംഫ് നോഡുകൾ, കണ്ണുകൾ, ഹൃദയ സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അവയവങ്ങളെ രോഗം ബാധിക്കും. 1967 ജപ്പാനിലെ ഡോക്ടർ ടോമിസാക്കു കവാസാക്കിയാണ് ഈ രോഗം ആദ്യമായി വിവരിച്ചത്. ഇന്ന് കുട്ടികളിലെ ഹൃദ്രോഗത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായി കവാസാക്കി തിരിച്ചറിയുന്നുണ്ട്. പ്രധാന ലക്ഷണം 5 ദിവസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഉയർന്ന പനിയാണ്. ചുവന്ന രക്തക്കുഴലുകൾ കാണുന്ന കണ്ണുകൾ, ശരീരത്തിലെ റാഷസ്, ചുവന്ന വീർത്ത അല്ലെങ്കിൽ വിള്ളലുള്ള ചുണ്ടുകൾ, ഒപ്പം ചുവന്നതും മുഴകളുള്ളതുമായ നാക്ക്, കഴുത്തിൽ വീർത്ത ലിംഫ് നോഡുകൾ, സാധാരണയായി ഒരു വശത്തു മാത്രമായി കാണപ്പെടുന്നത്, ചുവന്ന വീർത്ത കൈകളും കാലുകളും, വിരലുകളിലും കാൽവിരലുകളിലും തൊലി പോകുന്നത്, ഇവയെല്ലാമാണ് ലക്ഷണങ്ങൾ. ചില കുട്ടികൾക്ക് വയറുവേദന, ഛർദി അല്ലെങ്കിൽ വയറിളക്കവും കാണപ്പെടും. എല്ലാ കുട്ടികൾക്കും ലക്ഷണങ്ങൾ ഒരുപോലെയാവില്ല. എല്ലായ്പ്പോഴും ലക്ഷണങ്ങൾ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടണമെന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. രക്തപരിശോധനകളിലൂടെയും എക്കോകാർഡിയോഗ്രാമിലൂടെയും ECG ടെസ്റ്റിലൂടെയുമാണ് രോഗനിർണയം നടത്തുന്നത്. രോഗം നേരത്തെ കണ്ടെത്തലും ചികിത്സയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.